എല്ലാം കൊണ്ടും മനോഹരമായ കടലിരത്ത് മനോഹരമായ സൗധം പണികഴിപ്പിച്ചു. സ്വർണം കൊണ്ടൊരു സൗധം, അതാണ് സ്വർണ്ണദ്വാരക. സജമദ മഗ സജമദ മഗ സജമഗ മദനി സന്ദ മദനി സനി മദനി സനി സനി ദനി ദ മദ മഗ മഗ മദനി സ മദനി സ. ആ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ കയറിയെന്ന് കടൽ കാണുന്നത് എനിക്കൊരു പതിവാണ്. അങ്ങനെ രുക്മിണിയെ സ്വയംവരം ചെയ്തു. രുക്മിണി സമേതനായി വരാധിപനായി അങ്ങനെ വാഴുമ്പോൾ പ്രവേശ കവാടത്തിൽ ഒരു പിടിയും വലിയും. എനിക്ക് കൃഷ്ണനെ കാണണമെന്ന്. കൃഷ്ണനെ കാണണമെന്നോ? ഇവനാരാ? അതെ, എനിക്ക് കൃഷ്ണനെ കാണണം. മഹാബലി കൃഷ്ണൻ വിളിക്കാൻ നീ ആരാ? അത് ഞാൻ അവനോട് പറഞ്ഞു. ഈ കിങ്കരന്മാരുടെ പൗരുണ്ടല്ലോ, അവർ വെറുതെ വിടുവോ? ഈ പോലീസുകാര് തള്ളി മറിച്ചിട്ടു. ദ്വാരക കടൽ തീരത്താണ്. വെള്ളം കിടക്കേണ്ട വെള്ളത്തിൽ ചെന്ന് മറിഞ്ഞു കിടക്കണം. തുണവിയും പടകി തെളിച്ച ഒലക്കുട ക്ഷീണിതനായ ആ ബ്രാഹ്മണൻ മറിഞ്ഞു കിടക്കുക. ഉച്ചയ്ക്ക് അമൃതേറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന കൃഷ്ണൻ അമൃതകുംഭങ്ങളെ തട്ടിമാറ്റിക്കൊണ്ട് ഓടി വന്നു. സുധാമാവേ, കൃഷ്ണ, അപ്പൊ നീ എന്നെ മറന്നില്ലല്ലേ? നീ മറക്കുകയോ? ശാന്തിവനി ആശ്രമത്തിൽ വെച്ച് വിറകിന് പോയപ്പോൾ അവിലും തേങ്ങ പറ്റിക്കുന്ന നിന്നെ ഞാൻ മറക്കുവോ? സുധാമേ, നീ എന്നെ ഇപ്പോഴും കളിയാക്കുകയാണല്ലേ? നിന്നെ ഞാൻ കളിയാക്കുകയോ? നടക്കുകയാണോ ചെയ്ത, പൊക്കി എടുക്കുകയാണോ ചെയ്തതെന്ന് അറിയില്ല. അജ്ഞാനമാക്കുകയല്ലേ? അങ്ങ് പൊക്കിയെടുത്ത് സിംഹാസനത്തിൽ കൊണ്ടുവന്നിരുത്തി. അപ്പൊ സുധാമാവ് അഭിജിത്യമുള്ളവനാണ്. സുധാമാവ് പറഞ്ഞു, പണ്ഡിതനാണ്, സണ്ഡിതനാണ്. ഇല്ല, ഞാൻ ഇരിക്കില്ല. ഇത് ചക്രവർത്തിക്കുള്ള സിംഹാസനമാണ്, ഞാൻ ഇരിക്കില്ല. ഇരിക്കടാ. ഇരിക്കില്ല, ഞാൻ ഇവിടെ നിലത്തിരുന്നോളാം. നീ ഞാനും നിലത്തിരിക്കും. നീ നിലത്തിരുന്നാ ഞാനും ഇരിക്കും. ഇരിക്കടാ സുധാമാവേ. ആ സിംഹാസനത്തിൽ പിടിച്ചിരുത്തി. എന്നാൽ പിടിച്ചു, രുക്മിണി വേഗം വെള്ളം എടുത്തുണ്ടോ, വേഗം കൊണ്ടാ, കഴുകുക, കാല് വരിക. കക്ഷത്തിൽ എന്തോ ഒതുക്കി പിടിച്ചേക്കാണ്. ഇതെന്താ സുധാമാവി? കക്ഷത്തിൽ ഒരു കയ്യിലിരിക്കുക. ഇതെന്താ കക്ഷത്തിൽ? അത് കുറച്ച് അവിലാണ്. അവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. നീ അതിപ്പോഴും മറന്നില്ലല്ലേ? എനിക്ക് തരൂ. ഇല്ല, ഞാൻ തരില്ല. നിന്റെ മനോഹരമായ ആ പല്ലുകൾ, പോലുള്ള പല്ലുകൾ അടർന്നു പോയാൽ എനിക്കത് സഹിക്കില്ല. തരില്ല. ഓടിച്ചെന്ന് കടന്നു പിടിച്ചു. ഒരു പിടി വാരി വായിലിട്ടു, ഒരിക്കൽ കൂടി വായിലിട്ടു. അപ്പോൾ രുക്മിണി എന്ന് കൈക്ക് കിടന്ന് പിടിച്ചിട്ട് പറഞ്ഞു, പ്രഭു, എന്നെ സുധാമാവിന്റെ മുറ്റം അടിപ്പിക്കരുത്. അങ്ങനെ രാജകൊട്ടാരത്തിൽ രാജോചിതമായി നശിപ്പിച്ചു. ആ പഴയ ഒത്തിരി ഓലക്കൂടെയൊക്കെ മാറ്റിവെച്ചു. രാജവസ്ത്രങ്ങൾക്ക് കൊടുത്ത് അങ്ങനെ കിടത്തി. എന്നിട്ട് രഹസ്യമായി അതവരെ വിട്ട് സുധാമാവിന്റെ നാട്ടിൽ മനോഹരമായ ഒരു കൊട്ടാരം തന്നെ പണിയിപ്പിച്ചു. പോകാൻ നേരത്ത് യാത്രപ്പടിയും കൊടുത്തില്ല, ഒന്നും കൊടുത്തില്ല. ഈ പഴകി തിരിച്ച് ഒത്തിരി ഓലക്കൂടെ എടുത്ത് കയ്യിൽ കൊടുത്തു. അങ്ങോട്ട് നടന്നു പോവുകയാണ്. പോയപ്പോൾ ചിന്തിച്ചു, എന്തൊക്കെ പ്രതീക്ഷകളോടെയാണ് ഇന്ന് വന്നത്. എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, അങ്ങയുടെ സുഹൃത്ത് ചക്രവർത്തിയാണ് എന്ന് ചോദിച്ചാൽ എന്തെങ്കിലും തരുമെന്ന്. അവനെ കണ്ടപ്പോൾ ഒന്നും ചോദിക്കാൻ മനസ്സ് വന്നില്ല. അവന്റെ മുഖത്ത് നോക്കി ചോദിക്കാനുള്ള ധൈര്യം എനിക്കില്ല. പക്ഷെ അവൻ അറിഞ്ഞു തരണ്ടേ? അവൻ എന്തെങ്കിലും തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. യാത്രയ്ക്ക് പോലും എനിക്കൊന്നും തന്നില്ല. ഇനി വള്ളത്തിന് കടം പറയണം. ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചു വള്ളത്തിന് കടം പറഞ്ഞ് നടന്ന് വിഷമിച്ച് ആ സപണ്ഡിതൻ തന്റെ വീട്ടിലെത്തി. നാട്ടിലെത്തിയപ്പോൾ വീട് പോലും കാണാനില്ല. അയ്യോ, ചക്രവർത്തിയെ കാണാൻ പോയിട്ട് എന്റെ വീട് പോലും ഇല്ലാതെയല്ലോ. അപ്പോഴാണ് ആ സൗന്ദര്യത്തിൽ കൈകൊട്ടിരിക്കണം. ഇങ്ങ് വരൂ, ഇങ്ങോട്ട് വന്നോളൂ, ഇതാണ് നമ്മുടെ വീട്. ഇവിടെ കുറച്ച് ആൾക്കാർ വന്നു, കൊട്ടാരം പണിത് വന്നു, ജീവിക്കാനുള്ള എല്ലാം. പിന്നെ എന്നെ ഇനി പ്രസവിക്കണം കേട്ടോ. 13 മക്കളും നിലവിലുണ്ട്. 16 ഉണ്ടാവാൻ പറ്റൂല. സുഖമായി ജീവിക്കണമെന്ന് അവൾ പറഞ്ഞു. അപ്പോഴാണ് ഓർക്കുന്നത്, കൃഷ്ണ, നിന്നെ ഞാൻ അറിഞ്ഞില്ല, നിന്നെ അറിഞ്ഞില്ല. എനിക്കതിനുള്ള ബുദ്ധി തന്നില്ല. ഞാൻ ബുദ്ധിയില്ലാത്തവനാണ്. നമ്മൾക്കൊരിക്കലും ഭഗവാനെ അളക്കാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കും
ഗുരുവായൂർക്ക് പോകുമ്പോൾ നിങ്ങൾ ഈ തിരക്കിനിടയ്ക്ക് എന്ന് തൊഴാൻ എനിക്കൊരു അവസരം ഇല്ലല്ലോ കൃഷ്ണ. അങ്ങനെ നമ്മൾ ചിന്തിച്ച് നമുക്ക് തൊഴാനുള്ള അവസരം ഉണ്ടാക്കി തരും. ഗുരുവായൂർക്ക് പോയ ഓരോ വ്യക്തികൾക്കും ഓരോ അനുഭവം പറയാനുണ്ട്. നിങ്ങൾ അന്വേഷിച്ച് നോക്കുക. ഞാൻ അവിടുത്തെ ജോലിക്കാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇവിടെ നടക്കുന്നുണ്ട്, എന്തൊക്കെയോ അത്ഭുതങ്ങൾ ഇപ്പോഴും ഗുരുവായൂർ നടക്കുന്നുണ്ട്. ഗുരുവായൂരാണ് ശരിക്കും ഇപ്പോഴത്തെ തരക. ഭഗവാൻ ഇപ്പോഴും അവിടെയുണ്ട്, ഇപ്പോഴും അവിടെയുണ്ട്, എന്നും അവിടെ ഉണ്ടായിരിക്കും. അങ്ങനെ സുധാമാവിന്റെ ജീവിതം പച്ച പിടിച്ചു, ഒരു തുരുത്തിലെത്തി. സുധാമാവ് പോയി കഴിഞ്ഞപ്പോൾ പാഞ്ചാലത്തിൽ നിന്ന് ഒരു സന്ദേശവാഹകൻ വന്നിരിക്കുന്നു. സന്ദേശത്തിലിരിക്കുന്നു, പാഞ്ചാല രാജകുമാരിയുടെ ദ്രുപദ മഹാരാജാവിന്റെ മകളുടെ സ്വയംവരം നടക്കാൻ പോകുന്നു. എഴുതിയിരിക്കപ്പെട്ട കൃഷ്ണ, എൻ്റെ മകൾ കൃഷ്ണയുടെ സ്വയംവരം നടക്കാൻ പോകുന്നു, നീ വരണം, നിന്റെ ബലേട്ടൻ വരണം, നിന്റെ ദ്വാരകയിലുള്ള എല്ലാവരും വരണം എന്ന് നിന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ദ്രുപദൻ ഒപ്പ്. ഞാൻ ബലേട്ടനെ വിളിച്ചു. ബലേട്ടൻ കൊട്ടാരത്തിന് മട്ടുപ്പാവിൽ നോക്കുക. ബലേട്ട ഇങ്ങിറങ്ങി വരും. കണ്ടോ, പാഞ്ചാലത്തിൽ നിന്ന് വന്നിരിക്കുന്ന സന്ദേശം കണ്ടോ? എന്താടാ? കൃഷ്ണയുടെ സ്വയംവരം നടക്കാൻ പോകുന്നു. എടാ, അവൾ കൊച്ചുകുട്ടിയല്ലേ, പെൺകുട്ടി പക്ഷയല്ലേ ബലേട്ട, അത് കുംഭമാസത്തിലെ നിലാവ് പോലെയല്ലേ, അതങ്ങ് പെട്ടെന്നാവും. അങ്ങനെ പാഞ്ചാലത്തിലേക്ക് പോവുകയാണ് സ്വയംവരത്തിന് കൃഷ്ണനും ബലഭദ്രരാമനും. മദ്യപിച്ച് മതോന്മത്തനായി നീല ചേല ചുറ്റി 1000 ഭാരം ഇരുമ്പിന്റെ ഗത ധരിച്ച് തടിച്ചു കൊടുത്ത ബലഭദ്രരാമൻ രഥത്തിൽ കിടന്നിരുന്നപ്പോൾ രഥം ഒരു വശം താഴ്ന്നു കിടക്കുകയാണ്. ദാ അവർ പാഞ്ചാലത്തിലേക്ക് പോകുന്നു. കണ്ടു തുടങ്ങി. അവിടെ ആകെ അടിഞ്ഞ് ഒരുങ്ങിയിരിക്കുകയാണ് സ്വയംവരത്തിന്. എന്തെല്ലാം കളികളാണ്, എത്ര വർണ്ണത്തിലുള്ള നിറങ്ങളാണ്, പ്രഭാപൂരമായി കത്തുന്ന വിളക്കുകളാണ്, അലങ്കാരം. പാഞ്ചാലൻ ഭാരതവർഷത്തിൽ ഏറ്റവും കോടീശ്വരനാണ്. തന്റെ മകൾ സ്വയംവരത്തിന് പണം വാരി വിതറിയിരിക്കുകയാണ്. പാഞ്ചാല സ്വയംവര മണ്ഡപത്തിലേക്ക് ചെന്നപ്പോൾ ദ്രൗപദിയുടെ സ്വയംവരത്തിൽ പങ്കെടുക്കാനായിട്ട് ഇതാ ബ്രാഹ്മണർ പോകുന്നു. സകല അലങ്കാര ലക്ഷണങ്ങൾ പറയുന്ന ബ്രാഹ്മണർ പരസ്പരം പറഞ്ഞു, വധുവിന് വിയർക്കുമ്പോൾ താമരപ്പൂവിന്റെ മണ്ണുണ്ടെന്ന്. ഭവതി കമലനേത്രേ നാസിക സുഷ്മരേന്ദ്രേ അവിനള കുജുകി ചരുവേശി ചാംഗി മൃദുവചനശീല ഗീതവാദ്യാനുരുക്ത സകല തനു സുവേശ പത്മിനി പത്മഗന്ധി. നിന്റെ അർത്ഥം കേൾക്കണ്ടേ? ഭവതികമലനേത്രേ, സുന്ദരികളായ സ്ത്രീകളുടെ താമരപൂകൾ പോലെ ഇടം പെട്ടേ. നാസിക സൂക്ഷ്മരേന്ദ്രേ, നാസാരന്ധ്രങ്ങൾ സൂക്ഷ്മമായിരിക്കണം. അവിരള കുജയുഗ്മേ, പീഠങ്ങളായി ഇടതിങ്ങി എരിഞ്ഞ സ്ഥലങ്ങൾ. കാളിദാസൻ പാർവതി ജലബിന്ദു വർണ്ണിച്ചത് എങ്ങനെയാണ്? മൂക്കിൽ നിന്ന് ഒരു ജലബിന്ദു ഒഴുകി സ്ഥലങ്ങൾക്കിടയിൽ പോയി പൊക്ക് ഉള്ളിച്ചത്, പിന്നെ എങ്ങോടെ പോയത് കണ്ടില്ല. അങ്ങനെയാണ് കാളിദാസൻ വർണ്ണിച്ചത്. നാസിക സുഷ്മരേന്ദ്രേ അവിരള കുജയുഗ്മേ ചരുകേശി കൃശാംഗി മൃദുവചന സുശീല. മൃദുവചന സുശീല എന്ന് വെച്ചാൽ ഈ പെൺകുട്ടികൾ എടുത്ത് സംസാരിക്കരുത്. വിളിച്ച എന്താ വേണം, ഇനി വന്നേന്ന് പറഞ്ഞാൽ വിളിച്ചിട്ട് ദേഷ്യപ്പെടും. അങ്ങനെയല്ല, എന്താ വിളിക്കേണ്ട കാലം കഴുകട്ടെ. അങ്ങനെ മൃദുവചന സുശീല ഗീതവാദ്യാനുരുക്ത. ഉത്തമ സ്ത്രീകൾക്ക് സംഗീത സാഹിത്യാദി കലകൾ കേൾക്കാനും പ്രവർത്തിക്കാനോ ഉള്ള ഇഷ്ടമുണ്ടായിരിക്കുന്നതാണ്. സകല പത്മഗന്ധി. ഇങ്ങനെയുള്ള പെൺകുട്ടികൾ ഉയർത്താൻ താമരപ്പൂവിന്റെ മണുണ്ടെന്നാണ്. 4 തരം പെൺകുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്. എന്നാലും ഞാൻ വർണ്ണിക്കാൻ സമയം എടുക്കണില്ല. വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം വൈകും. അങ്ങനെ പാഞ്ചാലത്തിലേക്ക് സ്വയംവരമണ്ഡപം, അവിടെ പ്രസിദ്ധരായ പ്രതിപാലന്മാർ അണിനിരിക്കുന്നു. ചേതിയിലെ രാജാവ് ശിശുപാലൻ, ജരാസന്ധൻ, മഗധയിലെ ജരാസന്ധൻ, കസ്തൂരിപുരത്ത് ദുര്യോധനൻ, ദുശാസനൻ, കർണൻ, രാജാക്കന്മാർ, കുട്ടികൾ,
ക്ഷണിക്കപ്പെട്ടവരും ക്ഷണിക്കപ്പെടാത്തവരും എല്ലാം വന്നിരിക്കും. അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിലൊക്കെ വിവാഹത്തിന് എങ്ങനെയാണ്, തലേദിവസം തന്നെ ക്ഷണിക്കും. അപ്പോൾ ഒരു കാര്യമുണ്ട്, ക്ഷണിച്ചിട്ടേ പ്രധാനപ്പെട്ടവരെയൊക്കെ ഇന്ന് വന്ന് പറഞ്ഞ് വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോയിട്ട് നല്ല സാധനം കൊടുക്കുക. അവൻ ചുണ്ടൻ തുടച്ച അന്ന് ഞങ്ങൾ ആഹാരം കഴിക്കും. ഇന്ന് എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ അത്ര ഗുണക്കാരെ വിളിച്ച് വല്ല വട്ടച്ചാരയെ വെട്ടിനുമ്പോൾ അവൻ അടുത്ത പറമ്പിൽ പോയി പട്ടി നോക്കി കിടക്കും. ഭാര്യ ചൂട്ടും കത്തിച്ചോണ്ടാണ് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ചൂട്ടും കത്തിച്ചോണ്ടൊക്കെ ഇയാൾ അങ്ങോട്ട് പോയെന്ന്. ഇയാൾ കല്യാണത്തിന് അങ്ങനെ ഭയങ്കരമായ ചടങ്ങാണ്. പിന്നെ കല്യാണത്തിന് കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികൾ അണിഞ്ഞൊരുങ്ങി ചെന്ന് നിൽക്കുകയാണ് കേട്ടാ. അതാണ് ആര് അവിടെ വെച്ച് വേറെ സെലക്ഷൻ നടക്കും. ഇന്നാക്കണം നമ്മളാ നിൽക്കണം, കണ്ടോ ആ നിൽക്കണം പെണ്ണ് അവൾ ബികോമിന് പഠിച്ചുകൊണ്ടിരിക്കുക, അടുത്ത വർഷം നമുക്ക് അന്വേഷിച്ചാൽ കിട്ടും. അതെ അമ്പിളേരുടെ കണ്ണ് അപ്പയാ. ഇതെന്തിനു പറഞ്ഞു വയസ്സന്മാർ. ഞാനൊരു കല്യാണത്തിന് പോയപ്പോൾ ഒരു പ്രായം 17 വയസ്സ് പറയാ ഇനി വന്നിട്ട് പറഞ്ഞു എന്താ ഇതിൽ കാണാൻ കൊള്ളാവുന്ന ഒരെണ്ണമില്ല. 7 വയസ്സായ ആളാ പറഞ്ഞു. ആലോചിച്ച് നോക്കി, ഇതിൽ കാണാൻ കൊള്ളാവുന്ന ഒരെണ്ണവും ഇല്ല എന്ന്. അങ്ങനെ പഞ്ചാലദേശത്തെ സ്വയം കൃഷ്ണനും ബലഭദ്രരാമനും ചെന്നപ്പോൾ പ്രഥിതരായ പ്രതിപാലകന്മാരൊക്കെ അങ്ങ് എഴുന്നേറ്റു. ചക്രവർത്തിയല്ലേ ചെന്നിരിക്കുന്നത്. ഞങ്ങൾ ഉപവിഷ്ടരായി, അവരും ഉപവിഷ്ടരായി. സ്വയംവരം ഏതാണ്ട് സമയമായി. അവിടെ ഒരു സ്തംഭം ഉറപ്പിച്ചിട്ടുണ്ട്. ഒരു സ്തംഭം, വണ്ണമുള്ള ഒരു തൂണ്, അതിലൊരു യന്ത്ര പഞ്ചരമുണ്ട്, ഒരു കൂണ്ട്. ആ യന്ത്ര പഞ്ചര കിളി, ആ യന്ത്ര പഞ്ചരം കറങ്ങുകയാണ്. താഴെ വെള്ളത്തിന്റെ നിഴൽ നോക്കി അമ്പത് കൊള്ളിക്കണം. പണി കൊണ്ടൊന്നും പറ്റില്ല. ഇവരും പ്രഷറും കൊളസ്ട്രോളും പിടിച്ചിരിക്കുമെന്ന് ചോദിക്കണം. 30 പവനും കാറും. അവിടെ കാണാൻ ഒരു മെനയില്ല. പക്ഷെ അതിന് കാശ് വേണം, പെണ്ണും നല്ലതായിരിക്കണം, നല്ല പെണ്ണായിരിക്കണം, കാശും വേണം, രണ്ടും വേണം. പക്ഷെ ഈ പരിപാടി ഒന്നും അവിടെ പറ്റില്ല. ക്ഷത്രിയരടക്കം പറ്റും. നല്ല ആരോഗ്യവും എൻ്റെ വില്ലുപിടിക്കാൻ പറ്റുന്നവനാണെന്ന് നല്ല പോലെ മനസ്സിലാക്കാം. വില്ലൊടിക്കാതെ ഒരു രക്ഷയില്ല. അപ്പം എല്ലാവരും വില്ലൊടിക്കാൻ നോക്കിയിരിക്കുക. ഈ വില്ലൊന്ന് ഒട്ടിച്ചിട്ട് വേണം ഇവളെ കൊണ്ടുപോകാൻ. ഇതെങ്ങനെ ഒന്ന് ഒട്ടിക്കണേന്ന്, ഇത് തന്നെ ഒട്ടിക്കോ അത് വലിച്ചൊട്ടിക്കണോ കൊണ്ടുവച്ച. സ്വയംവരത്തിന് സമയമായി. ദശാങ്കത്തുന്ന സുഗന്ധം കയ്യിൽ പുത്താലോമിന്റെ ദൃഷ്ടത്തുപന്റെ അരികിൽ വന്നു നിൽക്കുന്നു. യവനയ്ക്ക് മുമ്പിൽ ദ്രുപദ രാജനന്ദിനി വിയർക്കുമ്പോൾ താമരപ്പൂവിന്റെ മണമുള്ള ദ്രൗപദി. സകല അലങ്കാര ലക്ഷണങ്ങൾ പറയുന്ന ബ്രാഹ്മണർ പരസ്പരം പറഞ്ഞു. മഗധനും സൂതനും മധുവിനെ വാഴ്ത്തിപ്പാടിക്കൊണ്ടേയിരുന്നു. നന്ദിനി ദ്രൗപദി സുരസുന്ദരി രതിമഞ്ജരി സുരസുന്ദരി രതിമഞ്ജരി വന്ദരതമോ വിളിച്ചു പറഞ്ഞു ക്ഷത്രിയർക്ക് മത്സരിക്കാമെന്ന്. ചേരിയിലെ രാജാവ് ശിശുപാലൻ എഴുന്നേറ്റ് വന്നു. അഹമക്കിയാൽ ചത്രപത്രം വിടർത്തി വീരമാണ് അവരുടെ വിത്തം. അഹമക്കിയാൽ ചത്രപത്രം വിടർത്തി വീരമാണ് അവരുടെ വിത്തം. അതാണ് ക്ഷത്രിയൻ. എഴുന്നേറ്റ് വന്നു. ആ വീണ്ടൊടിക്കാൻ ശ്രമിക്കുന്നു. കൈ നിലത്തി വീണു. മഗധയിലെ രാജാവ് ജരയാൽ സന്ധിക്കപ്പെട്ട 1000 മതിച്ച മതയാനുകളുടെ ശക്തിയുള്ള ജരാസന്ധനിത വരുന്നു. വില്ലെടുത്ത് കൊലയേറ്റാൻ ശ്രമിക്കുന്നു. കാലേ ചെന്ന് വീണു ജരാസന്ധൻ.
കാലിൽ ചെന്ന് വീണു. ദുര്യോധനൻ വന്നു ഹസ്തപുരത്തും. ദുര്യോധനൻ വില്ലെടുത്ത് കുലയ്ക്കാൻ ശ്രമിച്ചു. പക്ഷെ ആ ശരം സ്വയംവര മണ്ഡപത്തിന്റെ ഓട് പൊളിച്ച് വീണു. ഇനി ആര് മത്സരിക്കും? 9.5 അടി പൊക്കമുള്ള കർണൻ, അംഗരാജ്യരാജാവ്, മകനും സൂതനും അംഗരാജ്യത്തിന്റെ രാജാവ് അയാൾ ആ വില്ല് ഒടിച്ചില്ലേ എനിക്ക് ഇഷ്ടായി. അയാൾ ആരാണ്? കൃഷ്ണൻ. അവൻ ആരാന്ന് പറയും? ബാൽക്കിക രാജകുമാരിമാരെ, ചന്ദ്രമതി, ഭാനുമതി, സുരാസമാരെ ഭൂതപുത്രൻ കർണൻ കിടന്നു പോകാൻ പറയണം. സൂതപുത്ര, നിനക്ക് ധൈര്യം വന്നു. പ്രതിഷേധത്തോടെ നിലത്ത് വീണ് പിടഞ്ഞു നിന്നു. ക്ഷത്രിയരാരും ജയിച്ചില്ല. ജയിക്കാത്തോടത്തോളം കാലം ബ്രാഹ്മണർക്ക് വേണ്ടി മത്സരിക്കാമെന്ന്. അപ്പോ ബ്രാഹ്മണ വേഷത്തിൽ പാണ്ഡവർ വന്നിരിക്കുകയാണ്. ഞാൻ മറ്റോട് പറഞ്ഞു, മറ്റോ നോക്കുന്നേ, അർജുനൻ വന്നിരിക്കുന്നുണ്ടോ? അവൻ്റെ പോടക്കള്ള, നിന്റെ കണ്ണുകൾ അതിൽ കഷ്ടമല്ലേ? അവർ വന്നു. അർജുനൻ എഴുന്നേറ്റ് വന്നു. ഒരണഭ്യാസിയുടെ കാൽവെറ്റുകളോട് ആ വില്ലെടുത്ത് അനായാസം കൊലയേറ്റി. ചന്ദ്രക്കിളിയുടെ കണ്ണിൽ അമ്പയിൽ കൊള്ളിച്ചു. ആ സ്വയംവരം തന്ത്രങ്ങൾ അയേ മംഗല്യ സുത്തം സർവാഭരണ വിഭൂഷിത സമംഗളം ഭവന്തു സംപ്രതീകരിച്ചാമി. ആ സ്വയംവരം സമംഗളം നടന്നു. പാഞ്ചാല മഹാരാജാവിന് ദ്രൗപദി സ്വയംവരം അർജുനറിയാം. ലോകത്തിന് കൊടുക്കാത്തത്ര ശ്രീധനം വാരി ഒരുക്കുന്നു. അവ എന്തൊക്കെയാണെന്നറിയണ്ടേ? കൂട്ടി പത്മമുദികന്മാനകൾ 100 വീതം പത്മസുഗന്ധിക്ക് ശ്രീധനമായി നൽകി. പത്മസുഗന്ധിക്ക് ധനമായി നൽകി. പൊൻകെട്ടിടുന്ന 4 ഹയങ്ങൾ, പൊന്നിൻ കെട്ടിട്ട 4 കുതിരകൾ പൂട്ടിയ ഒരു രഥം, പൊന്തേരെഴുന്ന 100 ഹയങ്ങൾ. എന്തേരാണ്? പൊന്നാണ്. ഒരു രഥം ഒരുക്കിയിട്ടുണ്ടെങ്കിൽ 1000 പെൺകുട്ടികളുടെ വീട് നടത്താം. അങ്ങനെ 100 രഥങ്ങൾ. പത്മംഗനാനകൾ, 1000 ആനകൾ. അങ്ങനെ ആന, കാന, ഇരപട സ്വർണ്ണ കൂമ്പാരായിട്ട് കൊടുത്തിരിക്കുകയാണ്. അറിഞ്ഞപ്പോൾ, അത് അർജുനറിഞ്ഞപ്പോൾ പാഞ്ചാലിന്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. അങ്ങനെ പാഞ്ചാല സ്വയംവരം സമംഗളം നടന്നു. സ്വയംവരം കഴിഞ്ഞ് ഞാൻ ബലേട്ടനും കൂടി തിരിച്ച് ദ്വാരകയ്ക്ക് വന്നു. ദ്വാരയ്ക്ക് നല്ല കാലമായിരുന്നു. ഒന്ന് കയറ്റുമതിയും ഇറക്കുമതിയും ഒക്കെ വർദ്ധിപ്പിക്കാൻ പറ്റി. ദ്വാരക സമർത്ഥമായി. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മന്ത്രി ഉദ്ധവർ പറഞ്ഞു, പ്രഭു, ഈ യാത്രയ്ക്ക് പണക്കാരായി. അതെന്താ സംഗതി? അക്രൂരൻ, കൃതവർമാവ്, ശതധന്വാവ്, ഇവരൊക്കെ വലിയ കോടീശ്വരന്മാരാണ്. അതെന്താ കാര്യം? ഒരു രത്നമുണ്ട് പ്രഭു, അത് സൂര്യനെ ഭജിച്ചെന്നോ ഒരു രത്നം ലഭിച്ചെന്നോ ഒക്കെ പറയുന്നുണ്ട്. എങ്കിലും കൊണ്ടൊക്കെ കാണിക്കാൻ. പിറ്റേ ദിവസം സത്രാജിത്ത് രത്നമായിട്ട് വന്നു. ചക്രവർത്തിയുടെ കൽപ്പന രത്നമായിട്ട് വന്നു. ദ്വാരപാലകന്മാർ വന്നറിയിച്ചു, ദാ സത്രാജിത്ത് രക്തമായിട്ട് വന്നിരിക്കുന്നു. പ്രവേശ കവാടത്തിൽ സൂര്യൻ വന്നിരിക്കുന്നു.
വരികയും ചെന്ന് നോക്കിയപ്പോ കണ്ണു മഞ്ഞു പോയി. പറ്റില്ല. അതുപോലത്തെ പ്രഭയാണ്. സത്രാജ്യത്തിനോട് പറഞ്ഞു, പ്രമുഖ രാജ്യത്തിന് ഇഷ്ടമായ ഭണ്ഡാരത്തിൽ വെക്കുന്നതല്ലേ ഉചിതം, അതിവിടെ വെച്ചുപോയി. പ്രിയപ്പെട്ട അനുമതി തരില്ല, എനിക്ക് കൊണ്ടുപോയിക്കോളൂ, സൂക്ഷിക്കണം കേട്ടോ. ആ സൂക്ഷിക്കണം എന്ന് പറഞ്ഞത് എനിക്ക് വിനയായി. അയാൾ ഞാൻ ഈ സമന്തകങ്ങനം തട്ടിയെടുത്തെങ്കിലോ എന്ന് കരുതി അനുജൻ പ്രസേനന്റെ കയ്യിൽ കൊടുത്തു. പ്രസേനൻ ഒരു തലതെറിച്ച പയ്യനാണ്. പ്രസേനൻ ഈ സമന്തകം കൊണ്ട് വനത്തിലേക്ക് പോയി. ഇത് ഗീർവനത്തെ സിംഹം അന്നുമുണ്ട് ഇന്നുമുണ്ട്. അവിടെ വെച്ച് സിംഹ പ്രഹരമേറ്റ് വേട്ടയ്ക്ക് പോയൊരു യാദവൻ താൻ കൂട്ടം പിരിഞ്ഞ് അവനേകനായി എന്ന് ശ്രീശ്രീധം മണിപ്രവാളത്തിൽ നമ്പ്യാർ പറയുന്നുണ്ട്. അവിടെ സിംഹപ്രഹരമേറ്റ് പ്രസേനൻ മരിച്ചുപോയി. സമന്തകം നഷ്ടപ്പെട്ടു പോയി. സമന്തകം കാണാതെ വന്നപ്പോൾ സത്രാജിത്ത് പറഞ്ഞു നടന്നു, ഞാൻ സമന്തകം മോഷ്ടിച്ചു, അയാൾ അനുജനെ കൊന്നു എന്ന ആകെ നാണക്കേടായി. എൻ്റെ അമ്മയും കാരണം എൻ്റെ കണ്ടരശിനിയായിരുന്നേ. പക്ഷെ കണ്ടുപിടിക്കാമല്ലോ, നിങ്ങൾ പോയി. അങ്ങനെ ഒരു കുതിരപ്പുറത്ത് കുറച്ച് യാദവരെയൊക്കെ കൂട്ടി അന്വേഷിച്ചു ചെന്നു. വനത്തിൽ കൂടെ അന്വേഷിച്ചു ചെന്നപ്പോൾ ചോരത്തുള്ളികൾ ഉണങ്ങിക്കിടക്കുന്നു. ഒരു സിംഹം ചത്തുകിടക്കുന്നു. തൊട്ടരികിൽ ഒരു യുവാവിന്റെ മൃതദേഹം കിടക്കുന്നു. അങ്ങനെ നോക്കി നോക്കി ചെന്ന് കയറി ഹേമന്ത പർവ്വതത്തടിയുള്ള ഒരു ഗുഹയിൽ അവിടെ ഇരുട്ടിന്റെ തൂണുപോലെ ഒരാൾ നിൽക്കുന്നു, കറുത്തു തടിച്ച്. അതിന് മറുപടി പറഞ്ഞ ഗത കൊണ്ടാണ്. ഗത കൊണ്ട് നീണ്ട 27 ദിവസം ഇടതടവില്ലാതെ അടിച്ചു. ഗതാസംഘടനം കൂട്ടിമുമ്പോൾ അത്തി ചിതറുമ്പോൾ ഇത് ജാമ്പവരാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഇത് കരുത്താണ് ജാമ്പവർക്ക്. എന്തൊരു യുദ്ധ തന്ത്രമാണ് ജാമ്പവർക്ക്. 27 ദിവസം രാപ്പം. 27 ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ ചോദിച്ചു, നീ ആരാണ്? എന്റെ ഗുഹയിൽ വന്ന് എന്നോട് യുദ്ധം ചെയ്യാൻ? ഞാൻ പറഞ്ഞു, ഞാൻ കൃഷ്ണ നിന്നെ പ്രതീക്ഷിക്കുകയാണ്. എത്രയോ വർഷങ്ങളായി നിന്നെ ആരാണ് ഈ ഗതായുദ്ധം പഠിപ്പിച്ചത്? എന്നെ പഠിപ്പിച്ച എന്റെ ബലേടൻ. അപ്പൊ നിന്റെ ചേട്ടനെ പഠിപ്പിച്ച ഞാനാ. നിന്റെ യുദ്ധം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നിന്നെ ഞാൻ പഠിപ്പിച്ച ഏതോ കുട്ടി ആണ് നിന്നെ പഠിപ്പിച്ച. പിന്നെ നീ എന്തിനാ വന്നത്? ഞാൻ വന്ന കൽപ്പിച്ചു. അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. അദ്ദേഹം വിളിച്ചു. അവർ മനസ്സിൽ അവർക്ക് ഈ സമന്തകാണോ കുന്താണോ എന്ന് അവർക്ക് അറിഞ്ഞൂടാ. മോളെ ഇങ്ങെടുത്തോണ്ട് വന്നേത് ഒരു യുവതി അങ്ങ് കൊടുക്കും. മോളെ അവൻ്റെ കൈ കൊടുക്ക്. പെണ്ണ് കൊണ്ടൊന്ന് കാണിച്ച് കൊണ്ടുവച്ചു. മാറി. ഇതാണോ? ഇത് തന്നെയാണ് സമന്തകം. ഇത് തന്നെയാണ്. എന്നോട് ചെയ്ത സ്ഥിതിക്ക് എൻ്റെ മകൾ ജാമ്പവതി നിനക്ക് തരുന്നു. അത് നിനക്ക് വേണ്ടി ഞാൻ കരുതി വെച്ചാണ് എൻ്റെ മകളെ. എനിക്കിത് ഭാര്യയുടെ അച്ഛനാവാൻ ഒരു ആഗ്രഹം. എന്താ നീ സാധിച്ചില്ലേ? കൃഷ്ണ സംഭവതി സമേതനായിട്ട് പോകാൻ പുറപ്പെടുമ്പോൾ പറഞ്ഞു, അങ്ങനെ വന്ന് ജനങ്ങളോട് ഒന്ന് വിളിച്ചു പറയണം. ബുദ്ധിപ്പെടുന്ന ഭരണാധികാരിയാണ്, ഞാൻ കള്ളനല്ല. എനിക്ക് കള്ളൻ എന്ന പേര് വീണു. മാറ്റം. ജാമ്പവർ വന്നെല്ലാം പറഞ്ഞപ്പോഴെല്ലാം സന്തോഷമായി. ഇതറിഞ്ഞപ്പോ ഈ സത്രാജിത്താകെ നാണിച്ച് മുഖം കുഞ്ഞ് നടക്കുകയാണ്. അയാൾ പുറത്തു വരുന്നില്ല. അയാൾക്കാകെ പശ്ചാത്താപമുണ്ട്. അയാൾ ഉദ്ധവരെ കണ്ട് മാപ്പ് പറയണമെന്ന് ഉദ്ധവന് കൃഷ്ണനോട് ആവശ്യപ്പെട്ടു. മന്ത്രിയാണ് ഉദ്ധവൻ. പ്രഭു, ഈ സത്രാജിത്ത് പശ്ചാത്തപിക്കുകയാണ്. അയാൾക്കൊരു ഭയമുണ്ട്. അങ്ങനെയോട് മാപ്പ് പറയണമെന്ന് ആഗ്രഹമുണ്ട്. ഓ എന്തിനോ അല്ല, ഒന്ന് വന്ന് കണ്ടാലോ അല്ല വിരോധമുണ്ടോ? എനിക്കൊരു വിരോധമില്ല, വന്ന് കണ്ടോട്ടെ. അങ്ങനെ സത്രാജിത്ത് വന്ന് മുഖം കുനിച്ച് പ്രവേശ കവാടത്തിൽ നിന്നു. വിളിയും കാത്ത് വിളിച്ചു, കൃഷ്ണ ഉപകാരങ്ങളാണ് ചെയ്തത്. ഞങ്ങൾ യാദവർക്ക് വേണ്ടി ദ്വാരക പണി കഴിപ്പിച്ചു, യാദവരെ പുനരധിവസിപ്പിച്ചു.
ആ നിന്നെ ഞാൻ കള്ള എന്ന് വിളിച്ചു. മാപ്പ് കൃഷ്ണ, മാപ്പ്. എന്തിനങ്ങ് എന്നോട് മാപ്പ് ചോദിക്കുന്നത്? അതൊക്കെ ഒന്ന് കളഞ്ഞല്ലേ. അതാണ് ഭഗവാന്റെ സ്വഭാവം. ഭഗവാനോട് മാപ്പ് പറഞ്ഞാൽ പിന്നെ ഭഗവാനൊരു വിരോധമില്ല. അതാണ് ഉന്നതരുടെ ഒരു പ്രത്യേകത. ഇതാണ് മാപ്പ് പറഞ്ഞ പിന്നെ ആളോട് വൈരാഗ്യം വെച്ച് പുലർത്താൻ പാടില്ല. അവൻ കുറ്റമേറ്റ് പറഞ്ഞില്ല, മാപ്പ് പറഞ്ഞു. പക്ഷേ കൃഷ്ണ, എനിക്ക് പകരം തരാനൊന്നുണ്ട്. എന്താണ്? അതിനേക്കാൾ വില പിടിച്ച ഒരു രക്തം എൻ്റെ കയ്യിലുണ്ട്. എന്ത് രക്തം? സുന്ദരിയും സുശീലയുമായ എൻ്റെ മകൾ സത്യഭാമ. സത്രാജിത്ത് വളരെ വിശ്വാസപൂർവ്വം എൻ്റെ മകൾ സുന്ദരിയാണ്, സുശീലയാണ്, കളമൊഴിയാണ്. നമ്മുടെ നാട്ടിൽ പെൺകുട്ടികൾ ഇതൊന്നും അന്വേഷിക്കാതെ ചായയും കുടിച്ച് പെണ്ണും കാണാൻ നല്ലതെന്ന് കരുതി കല്യാണം നടക്കട്ടെ എന്ന് പറയും. അവൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ഈ പിശാചികൾ വെള്ളം കാച്ചാനൊന്നും പറ്റില്ല. ഈ വെള്ളം കാച്ചാൻ എന്നല്ല, അത് നിങ്ങൾ വേണമെങ്കിൽ കാച്ചി തോന്നണം. അങ്ങനെ പറഞ്ഞ് വഴക്ക് കൂടി ഇവിടെ വന്ന് നോക്കും, വീട്ടിൽ വന്ന് നോക്ക്. അപ്പോൾ വീടിൻ്റെ അയലക്കത്ത് ഒരു ചെക്കനുണ്ട്, അവനായിട്ട് പിന്നെ ആയി, അവനും ഒരു കൊച്ചുണ്ട്, ഇവൻ്റെ ഒരു ചെണ്ടായിട്ട് മാറും. അങ്ങനെയല്ല ഇവിടെ അച്ഛൻ വിശ്വാസപൂർവ്വം പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? അങ്ങനെയാണ് പെൺകുട്ടികളെ വളർത്തേണ്ടത്, വളർത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന് അത് ഉറപ്പുണ്ട്. ഇത് ആർക്കാ കൊടുക്കുന്ന? കൃഷ്ണനാണ്, ചക്രവർത്തിക്കാണ്. സത്യഭാമ മംഗളരൂപിണി സത്യഭാമ പറയോ? അങ്ങനെ 20 വയസ്സുണ്ടെന്ന് സത്യഭാമയെ കിട്ടി. അങ്ങനെ സത്യഭാമ അങ്ങനെ സന്തോഷകരമായ ദ്വാരകയുടെ ആ ജീവിത നിമിഷങ്ങൾക്കിടയിൽ കംസ ചക്രവർത്തിയുടെ കൊട്ടാരം ഒന്ന് കാണണമെന്ന് തോന്നി. അത് വഴി പിടിച്ചിവിടെ കാണാൻ ജരാസന്ധന്റെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് 18 പ്രാവശ്യം. 19 ആക്രമിക്കുന്നതില്ല. ഉള്ളും വള്ളി ഒന്ന് കണ്ടുകളയാ കംസന്റെ കൊട്ടാരമല്ലേ. അങ്ങനെ കാണാൻ ചെന്നു. അപ്പോൾ ഓർത്തു, എവിടെ പോയി ആ കൊലയാപൂടെ വന്ന ആന? എവിടെ പോയി കംസന്റെ പട്ടമകക്ഷിമാർ? അങ്ങനെ ചിന്തിച്ച് ചുറ്റിക്കറങ്ങി തിരിച്ചു കൊട്ടാരം. ദുഃഖാർത്ഥിയെ സത്യഭാമയാണ് എന്നെ വരവേറ്റത്. അവൾ പറഞ്ഞു, പ്രഭു, എന്റെ അച്ഛനെ ആരോ കൊന്നു കൊല വിളിച്ചു. ആ സമന്തന്മാരോ തട്ടിയെടുത്ത് പ്രഭു, തട്ടിയെടുത്തു. എന്റെ അച്ഛനെ വെട്ടിക്കൊന്ന് എണ്ണ തോണിയിലിട്ടിരിക്കുകയാണ്. എണ്ണ തോണിയിലിട്ടാണ്. എല്ലാവരും വിരൽ ചൂണ്ടുന്ന ശ്രദ്ധന്റെ നേരെയാണ്. സത്യഭാമയെ ഇഷ്ടമായിരുന്നു. പക്ഷേ സത്രാജിത്തിന് തന്റെ മകളെ കൊടുക്കാൻ വിശ്വാസം വന്നില്ല. അവന്റെ സ്വഭാവം കേൾവി. അതുകൊണ്ട് ആ വൈരാഗ്യം വിട്ട് അവൻ പറഞ്ഞിരുന്നു, ഞാനിതിന് പ്രതികാരം ചെയ്യും, ഞാനിതിന് പ്രതികാരം ചെയ്യും. പ്രതികാരം ചെയ്തിരിക്കുന്നു. സത്രാജിത്തിനെ വെട്ടിക്കൊന്നിരിക്കുന്നു. അട്ട് ഒരു വേഗതയേറിയ കുതിരപ്പുറത്ത് പോയി എന്നോ പറഞ്ഞു, അവനെ കണ്ടുപിടിക്കണ്ടേ? നമ്മുടെ നാട്ടിൽ എങ്ങനെയാ പൈസ ഉണ്ടെങ്കിൽ കൊലപാതകം ആത്മഹത്യയാവും. ഈ ചാനൽ ചർച്ചകളിലൊക്കെ കണ്ടിട്ടില്ലേ? അവർ കൊലപാതകത്തെ ആദ്യമായിട്ട് ചർച്ച ചെയ്യും. എന്നിട്ട് പറയും, ഇവൻ്റെ കഴുത്തെ നെട്ടും ബോൾട്ടും മുറുക്കിയതാണ്, ഈ നേതാവ് പിടിച്ചപ്പോൾ അങ്ങ് ഒടിഞ്ഞു പോയി. ശരിയായിരിക്കും, നേതാവ് പിടിച്ചപ്പോൾ ഒടിഞ്ഞു പോയതാ. ഒരു കാര്യം ചെയ്യും, മറ്റൊരു പേര് കേസെടുക്ക്, മരിച്ച ഒരു കേസാവും, വീട്ടുകാരുടെ കേസാവും. അതൊന്നും പറ്റില്ല. കൃഷ്ണന്റെ അടുക്ക് പറ്റില്ല. പോയി കൊലപാതകി എവിടെ പോയി? ചെയ്തിരിക്കുന്ന സ്ത്രീയാണ്. ഞാൻ പറഞ്ഞ കേട്ടോ, അന്വേഷിച്ച് 2 ദിവസം അന്വേഷിച്ചു. അപ്പൊ പരീക്ഷണായ കുറ്റം ചെയ്തിരിക്കുന്ന
അയാൾ ഭയന്ന് നിൽക്കുകയാണ്. ശതധന്വാവ് പറയൂ, ശതധന്വാവേ, നീ എന്തിനു കൊന്നു? പ്രഭു, അത് പ്രതികാരത്തിന് വേണ്ടി. എവിടെയാ സമന്തൻ? എവിടെ? കേൾക്കാണ്. എവിടെയാ ക്രൂരൻ? എനിക്കറിയില്ല പ്രഭു, അറിയില്ല. ഗതച്ചൊഴിച്ച് നിറയ്ക്ക് അഞ്ഞടിക്കാൻ നിന്ന് പറക്കുകയാണ്. പക്ഷെ ഞാൻ പറഞ്ഞു, ശതധന്വാവേ, നിന്നെ ഞാൻ ഏറെ സ്നേഹിച്ചിരുന്നു. ഈ നിമിഷം നീ ഇവിടെ നിന്ന് പോകണം. നീ നാട് കടത്തുന്നു. എന്നാണ് നാട് കടത്തിയാൽ കുഴപ്പം? ദ്വാരകയിൽ നിന്ന് നാട് കടത്തിയാൽ എന്താ കുഴപ്പം? കയ്യും കഴുകി ഉച്ചയ്ക്ക് അങ്ങ് ചെന്നിരുന്നാൽ മതി, ഭക്ഷണം കിട്ടിക്കോളും, സുഖമായിട്ട് ജീവിക്കാം. അവിടെ അല്ലലില്ല, അലച്ചിലില്ല, ചൂടില്ല, ഒന്നുമില്ല. പിന്നെ നമ്മൾ ദ്വാരകയെ കൃഷ്ണനെ അനുസ്മരിച്ചുകൊണ്ടാണ് ഈ അന്നദാനമൊക്കെ ചെയ്യണം. അന്നദാനം അല്ല, പ്രസാദം ഇട്ട്. അന്നദാനത്തിന് വാക്കില്ല, പ്രസാദം ഇട്ടാണ്. എന്താ അതിൻ്റെ കാരണം? അവിടെ അങ്ങനെയാണ്, ഉച്ചയ്ക്ക് തന്നെ ചെന്നാൽ മതി. ഭക്ഷണം കഴിക്കുന്ന നേരത്തെ വെച്ചാൽ ആ സ്നേഹമാണ്, കൃഷ്ണന്റെ സ്നേഹം നഷ്ടപ്പെട്ടു എന്നാണ് അതിനർത്ഥം. മറ്റൊരർത്ഥം കൂടി, നമ്മൾ ഇത്തരം ഭഗവാന്റെ സ്നേഹം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. നേരെ മറിച്ച് നമ്മൾ നേരെ സത്യസന്ധമായി ജീവിച്ച് ഭഗവാനെ ചെന്ന് കണ്ടാൽ നമുക്ക് എല്ലാ സുഖങ്ങളും സൗഭാഗ്യവും ഭഗവാൻ തരുമെന്നല്ലേ എൻ്റെ അർത്ഥം. അങ്ങനെ തന്നെയാണ് അതിൻ്റെ അർത്ഥം. അവരർത്ഥി ഞങ്ങളെ കണ്ടുപിടിക്കണം, ആ സമന്തം എവിടെയെന്ന് കണ്ടുപിടിക്കണം. കുറ്റവാളിയെ കിട്ടി, പക്ഷെ തൊണ്ടി കിട്ടിയിട്ടില്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ബുദ്ധിമാനായ കൃഷ്ണന് മനസ്സിലായി, ആരോ പറഞ്ഞു കേട്ടു, ഗംഗാതീരത്തൊരു പുണ്യാത്മാവ് വരുന്നവർക്കൊക്കെ കൈ നിറച്ച് സമ്മാനങ്ങൾ കൊടുക്കുന്നു, പണം കൊടുക്കുന്നു. ഒരു സന്യാസി എന്നാണ് കേട്ടത്. ആ നീ സന്യാസി, നിങ്ങൾക്കറിയോ? നിർമ്മമോ നിരഹങ്കാര നിഷ്ക്രോധ നിഷ്പരിഗ്രഹ. നിർമ്മമത്തെ യാതൊന്നിനും പ്രത്യേകിച്ച് പ്രീതിയില്ലാത്തവനാണ്, പരിവർത്തകനാണ് സന്യാസി. നിരഹങ്കാര, അഹങ്കാര, ക്രോധമില്ലാത്തവൻ. നിഷ്പരിഗ്രഹ, എല്ലാം തിരിച്ച ജീവിതത്തിൽ നിന്നുള്ള മരണമാണ് സന്യാസം. പക്ഷെ ഇയാൾക്ക് എങ്ങനെ പണം ഉണ്ടായി? ഇന്ന് നമ്മൾ എത്ര ആൾ ദൈവങ്ങളെയാണ് കാണുന്നത്? കോടീശ്വരന്മാരെ, എത്ര ആൾ ദൈവങ്ങൾ, അവരുടെ എത്ര കൊലപാതകങ്ങളാണ്, തട്ടിപ്പാണ്, കളവാണ്, മയക്കുമരുന്നാണ്, കഞ്ചാവാണ്, ലൈംഗിക ബന്ധങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ മൊബൈൽ ഫോൺ കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചീത്തക്കാര്യത്തിനല്ല, അതിലെ വാർത്തകൾ കേൾക്കണം. പത്രായാലും ഇനി പോണില്ല, ഒരു കടലാസെടുത്ത് ഇനി ആരും നോക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല. എന്നാലും സാധനമൊക്കെ ഉണ്ടല്ലോ, മനസ്സിലാക്കി. ഈ നാട്ടിലുള്ള കാര്യങ്ങളൊന്നും ആരും അന്വേഷിക്കില്ല, സ്ത്രീകളും അന്വേഷിക്കുന്നില്ല, അറിയുന്നില്ല. അതുകൊണ്ട് നമ്മൾക്ക് ആരും തിരിച്ചറിയാൻ പറ്റുന്നില്ല. എല്ലാവർക്കും വിദ്യാഭ്യാസം, നമ്മൾ വെച്ച വാക്യമാണ്, എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടി. എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടിയ ആൾക്കാരെയാണ് ഇങ്ങനെ പറ്റിക്കണത്, ഇങ്ങനെ പറഞ്ഞ് പറ്റിക്കണത്. പക്ഷെ അത് തിരിച്ചറിയാനുള്ള കഴിവർക്ക് കിട്ടിയില്ല. എന്തുകൊണ്ട്? ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം മാറ്റി വീണ്ടും ആ വിദ്യാഭ്യാസത്തെ മാത്രമേ ഇനി നല്ലൊരു സമൂഹം ഉണ്ടാകുള്ളൂ എന്ന് കഥാപ്രസംഗ വേദിയിൽ സുരേഷ് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുക. അതിന് എന്ത് ക്ലെയിം വന്നാലും പ്രഖ്യാപിക്കുകയാണ്. ഇവിടെ വെച്ച് എനിക്ക് ഒരു പ്രശ്നമല്ല, എനിക്ക് പരസ്യമായിട്ട് മാറുള്ളൂ, ഒരു പ്രശ്നമല്ല. പക്ഷെ ഇങ്ങനെയാണ് സംഭവങ്ങൾ. അങ്ങനെ അന്വേഷിച്ചപ്പോൾ ഇവൻ തന്നെയാണ്, ഈ അക്രൂരനാണ്. അവരുടെ കയ്യിൽ സംബന്ധം, അതിരിക്കുന്ന പൊന്നു പണ്ടവും ഒക്കെ ഉണ്ടോ, അത് വാരിക്കോരി കൊടുക്കുകയാണ് തന്റെ തെറ്റുകളെ മറച്ചു പിടിക്കാൻ. താനൊരു കുറ്റവാളിയാണെന്ന് അറിയാതിരിക്കാൻ വരുന്നവരെല്ലാം സന്തോഷിപ്പിക്കുകയാണ്. അവനെ കണ്ടുപിടിച്ച് അക്രൂരനെ ചോദ്യം ചെയ്തു. എന്തിനാണ് ആ കൊലപാതകത്തിന് കൂട്ടുനിന്നത്? എന്തിനാണ് കൊന്നത്? അപ്പൊ അക്രൂരനുമായിട്ട് എനിക്കൊരു ബന്ധമുണ്ട്. ഈ അക്രൂരനാണ് കംസന്റെ തടവറയിൽ രക്ഷിതായത്. ഈ പുണ്യാത്മാവിന് എങ്ങനെ ഈ മനപരിവർത്തനം സംഭവിച്ചു? എനിക്ക് അത്ഭുതം തോന്നി. ഞാൻ പറഞ്ഞു, അങ്ങ് എന്തിനാണ് ചെയ്തത്? എന്ന മറുപടി എന്നെ അമ്പരപ്പിച്ചു. ശതധന്വാവ് ചെയ്ത പ്രതികാരത്തിന് വേണ്ടി, ഇയാൾ ചെയ്ത ഒരു രസത്തിന് വേണ്ടിയെന്ന്. അയാളെയും ഞാൻ എന്ത് ചെയ്തു? ഇനി ഒരിക്കലും ദ്വാരകയിൽ താങ്കളെ കണ്ടുപോകരുത്, എങ്ങോട്ടെങ്കിലും പറ്റുള്ളൂ. ദ്വാരക വീണ്ടും ഈ അശുദ്ധ വസ്തുക്കളെ നിർമ്മാർജ്ജനം ചെയ്തപ്പോൾ വീണ്ടും ശാന്തമായി. സന്തോഷമായ ഭരണം, ആ സൽഭരണം നടക്കുമ്പോൾ ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് ഒരു സന്ദേശം വന്നിരിക്കുന്നു. യുധിഷ്ഠിരനെ, പ്രിയപ്പെട്ട കൃഷ്ണ, എൻ്റെ അച്ഛൻ്റെ പുത്രനാണ് യുധിഷ്ഠിരൻ.
ഞാൻ അവരെ ഇതുവരെ കണ്ടിട്ടില്ല. എൻ്റെ പ്രായമാണ് അർജുനന്, എൻ്റെ മുഖച്ചാറ്റന്, അവനെ ഞാൻ കണ്ടിട്ടില്ല. ആദ്യമായിട്ട് സന്ദേശം വരിക കൃഷ്ണ ഒരു യാഗം നടക്കാൻ പോകുന്നു. ഇത് ഭീഷ്മരുടെ ആവശ്യമാണ്. ഭീഷ്മർ പറഞ്ഞത് നീ വരണം, നടക്കുകയുള്ളൂ. ഇന്ദ്രപ്രസ്ഥം കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു. ഇന്ദ്രപ്രസ്ഥം കൊട്ടാരം അമ്പരചുംബിയായ മനോഹരമായ സൗധം, അസുരശില്പം അയന്റെ കരവിലിൽ പണി കഴിപ്പിച്ച മനോഹരമായ ആകാശമുട്ടുന്ന ഇന്ദ്രലോകത്ത് വെല്ലുന്ന കൊട്ടാരം. അവിടെ വെച്ച് യാഗം നടക്കാൻ പോവുകയാണ്. ആ യാഗത്തിന്റെ അഗ്രപൂജ സ്വീകരിക്കേണ്ടത് ഞാനാണെന്ന് ഭീഷ്മർ പറഞ്ഞു. പക്ഷെ ശിശുപാലൻ അത് ഇഷ്ടപ്പെട്ടില്ല. അയാൾ പറഞ്ഞു, ഇവൻ പഠിപ്പിക്കുന്നവനാണ്, ഇവൻ കള്ളനാണ്, ഇവൻ സ്ത്രീകളുടെ വസ്ത്രം വഹിക്കുന്നവനാണ്, ഇവൻ അഗ്രപൂജ കൊടുക്കാൻ പാടില്ല. ഞാൻ ചക്രായുധം കയ്യിലെടുത്തു. അമ്മയ്ക്ക് ഞാൻ വാക്ക് കൊടുക്കുന്ന 100 ഫലം ഞാൻ കേട്ടിരിക്കുന്നു. ആ ആയുധം ശിശുപാലനം കഴിഞ്ഞു. രംഗം ശാന്തമായി. ഇനി യാഗം നടക്കണമെങ്കിൽ രാജസൂയം പറ്റില്ല. രാജാക്കന്മാരെ കീഴടക്കാൻ രാജസൂയം നടക്കാൻ പറ്റില്ല. കീഴടക്കാൻ ബുദ്ധിമുട്ടില്ല. പക്ഷേ മഗധയിലെ രാജാവായ ജരാസന്ധനെ കീഴടക്കണം, അതാണ് ബുദ്ധിമുട്ട്. അയാൾ മതിച്ച മതാനുകളുടെ ശക്തിയുള്ള ജരാസന്ധൻ. ഈ ജരാസന്ധനെ കീഴടക്കേണ്ട ആവശ്യം. ജരാസന്ധൻ ഒരു സ്വച്ഛാധിപത്യം ഉള്ള ഭരണാധികാരിയല്ല. ഓരോ രാജാക്കന്മാരെ യുദ്ധത്തിന് വിളിക്കും. പക്ഷെ ജരാസന്ധനെ ജയിക്കാൻ പറ്റില്ല. യുദ്ധത്തിൽ തൊട്ടാൽ അവർക്ക് എണ്ണ കൊടുക്കില്ല, ഒന്നും കൊടുക്കില്ല. തടവറയിലിട്ട് തൻ്റെ ഇഷ്ടമൂർത്തി ബലി കൊടുക്കുകയാണ്. അങ്ങനെ ജരാസന്ധ യുദ്ധത്തിനായി ചെന്നു പാണ്ഡവരത്ത്. ഗിരിവ്രജന്റെ തലസ്ഥാനം, മഗധയുടെ തലസ്ഥാനം ഗിരിവ്രജമാണ്. അവിടെ നിന്ന് ഞങ്ങൾ കണ്ടപ്പോൾ ജരാസന്ധന് മനസ്സിലായി എന്താണെന്ന്. കൃഷ്ണ, നിന്നെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. നിന്റെ മുമ്പിൽ ആകെ ഭീമനെ ഒന്ന് ഒഴിഞ്ഞു നോക്കി തനിക്ക് പറ്റിയത് ആളി അട്ട് വികൃതമായി ചിരിച്ചു. ജരാസന്ധന് വലിയ സന്തോഷമായി. ജരാസന്ധൻ വരുന്നത് ആദ്യം യുദ്ധമേ അർഘ്യങ്ങൾ തന്ന് സ്വീകരിച്ചു. വിശ്രമിക്കാൻ പറഞ്ഞു. വളരെ മാന്യമായി പെരുമാറുള്ളൂ. അതിനുശേഷമാണ് ജരാസന്ധൻ തരിതറം കാണുന്നത്. അങ്ങനെ ഗോധയിലേക്ക് ഇറങ്ങി. കോണാനു കൊടുത്ത് മുടി മോളിൽ കെട്ടിവെച്ച് ജരാസന്ധൻ ഗോധയിലേക്ക് 1000 അറിയാൻ സന്ധിക്കപ്പെട്ട ജരാസന്ധനെ തോൽപ്പിക്കാൻ സാധ്യമല്ല. ഭീമൻ യുദ്ധത്തിനായി 18 ദിവസത്തെ യുദ്ധമാണ്. 18 യുദ്ധം. 18 ദിവസം വിത്ത് കാണെ പോലെ മുക്കറയിട്ടുകൊണ്ട് ജരാസന്ധൻ വന്നു. തുടക്കടിച്ചു, ആട്ടി, ഇടി, കുന്ത്, തള്ള്, മാന്തി കീറുന്നു. എന്തൊക്കെ പരിപാടികളാണ് ജരാസന്ധൻ ചെയ്യുന്നത്. ഈ ജരാസന്ധനെ ജയിക്കാൻ ഭീമനാകില്ല എന്ന് കൃഷ്ണൻ ഭീമനെ വിളിച്ചു. ഭീമ ഇങ്ങോട്ട്. ഗർഭിച്ചു വന്ന ജരാസന്ധനോട് ചോടിൽ പതിന് പോരാ, ചോടിൽ പതിന് പോരാ നിനക്ക് ബലം. ഗർഭിച്ചു വന്ന ജരാസന്ധനോട് ചോട് നിൽപ്പതിന് പോരാ നിനക്ക് ബലം, ചോട് നിൽപ്പതിന് പോരാ നിനക്ക് ബലം. ഒരു വ്യക്തി ഭീമൻ കാര്യം പിടികിട്ടി. ജരാസന്ധന്റെ കാലിൽ ചവിട്ടിപ്പിടിച്ച് രണ്ട് ദിക്കിലേക്ക് നിന്നു. മഗധ ശാന്തമായി. മഗധയിലുള്ള ജനങ്ങൾക്ക് വളരെ സന്തോഷമായി. അവർ ഈ ക്രുദ്ധനായ ഭരണാധികാരി രക്ഷപ്പെടാൻ സന്തോഷം അറിയിച്ചു. വാദ്യഘോഷങ്ങൾ മുഴക്കി അവർ സ്വീകരിച്ചു. അങ്ങനെ ഇന്ദ്രപ്രസ്ഥം കൊട്ടാരത്തിൽ വന്ന് യാഗം ആരംഭിച്ചു.
അഗ്രപൂജ സ്വീകരിച്ചു. ഈ കൊട്ടാരം കാണാൻ വന്നാണ് ദുര്യോധനും അനുജൻ ദുശാസനും ഇന്ദ്രലോകത്ത് വെല്ലുന്ന മനോഹരമായ സൗധം. ആ സൗധത്തിന് ചില പ്രത്യേകതകളുണ്ട്. ഒരു സ്ഥലത്ത് നോക്കിയാൽ വാതിലാണെന്ന് തോന്നും, പക്ഷെ അവിടെ വാതിലുണ്ടാകില്ല. മറ്റു സ്ഥലത്ത് വെള്ളം കെട്ടിക്കിടന്ന പോലെ തോന്നും, വെള്ളം ഉണ്ടാകില്ല. അങ്ങനെ കണ്ടു നടക്കുമ്പോൾ ഒരു സ്ഥലത്ത് പുൽത്തകടി കണ്ടു. പുൽത്തകടിയല്ലേ എന്ന് കരുതി ചേല പൊക്കിയില്ല, പക്ഷെ അതൊരു തടാകമായിരുന്നു. ദുര്യോധന ആ തടാകത്തിലേക്ക് വീണുപോയി. ഇത് കണ്ട് കൊട്ടാരത്തിന്റെ മറ്റും തന്റെ മാതകമായ തുടക്കടിച്ച് ചിരിച്ചു. അന്ധന്റെ മകൻ അനന്തനെ ദുര്യോധന്റെ കണ്ണിൽ ചുവന്നു. ദുര്യോധന അധിക്ഷേപിച്ച് സംസാരിച്ച കുലടേ, നിന്റെ കണ്ണിൽ നിന്ന് കണ്ണിലെടുത്ത് വരുന്നവരെ ഞാൻ അടങ്ങിയില്ലടി. അദ്ദേഹത്തിന് ഒരു അമ്മാവനുണ്ട്. ഗാന്ധാരിയുടെ ദ്രൗപദി എന്നെ അപമാനിച്ച അമ്മാവ. കുരുകുലം തിന്റെ അധിപനാകും എന്നെ അപമാനകരമേതു. അധിപനാകും എന്നെ അപമാനകരമേതു. ഹൃദയത്താൽ മടങ്ങി ഞാൻ അവിടം. ഹൃദയത്താൽ മടങ്ങി ഞാൻ അവിടം. ദുര്യോധന, എന്ത് വേണം? രാജ്യം വേണമോ, അതോ ഈ തിരിപ്പുന്ന പെണ്ണിന് വേണോ? ആ ചൂതാട്ടപ്രിയുടെ ചൂതിന് വിളിക്ക്. ശരിയാണ്, ചൂതിരുത്തത്തിന് വിളിച്ചാൽ രാജാക്കന്മാർ ചെല്ലും. ചെന്നില്ലെങ്കിൽ അത് കുറച്ചിലാണ്, അത് ക്ഷത്രിയ ധർമ്മമാണ്. ഹസ്തിനപുരത്തൊരു ദൂതമണ്ഡപം ഒരുങ്ങി. വീണ്ടും അണിനിരന്നു. സ്ത്രീകൾ, കുട്ടികൾ, രാജാങ്കന്മാർ എല്ലാവരും കളി കാണാൻ വന്നിരിക്കുകയാണ്. ഗിരിവൃക്ഷത്തിൽ ചെന്ന് ജരാസന്ധകൂടം കൊന്നിട്ടാണ് ശകുനി പകിട് ഉണ്ടാക്കി. അത് പിടിച്ചാൽ പിടിച്ചെടുത്ത് നിൽക്കും. അത് പിടിച്ചാൽ പിടിച്ചെടുത്ത് നിൽക്കും. കളിക്കുന്നത് ശകുനി, കളിക്കുന്നത് ദുര്യോധന. പറഞ്ഞിരിക്കുന്നു, ദൂതം പോകുന്നു. ആരംഭിക്കുകയാണ്, ചൂത് ആരംഭിക്കുകയാണ്. ധനാമരിച്ചൻ ചൂതാടി. അതിൽ കള്ള ചൂത് പരിധി സോബലൻ ശകുനി തോൽപ്പിച്ചു. പറയൂ, ഇനി എന്തുകൊണ്ട് പണയം വെക്കാൻ? ഉണ്ട്, എന്റെ കൊട്ടാരം അമ്പരചുംബിയായ അസുരശില്പി മയന്റെ കരവിരുതിൽ പണികഴിച്ച ഇന്ദ്രപ്രസ്ഥം കൊട്ടാരം അണയ്ക്കുന്നു. ആ കളിയിൽ പറയൂ, ഇനി എന്താണ്? ഇനി എന്റെ കഴുത്തിൽ കിടക്കുന്ന വലിച്ച ഈ വൈരമാല ഇത് വെച്ച് വൈരമണയം വെച്ച് കളിച്ചു, കളിയിൽ തോറ്റു. ഇനിയുമുണ്ടോ യുധിഷ്ഠിര? ഉണ്ട്. പണയം വെച്ച് കളിച്ചു, കളിയിൽ തോറ്റു. ഇനിയും അർജുന, നീ വരൂ. അർജുനെ പണയം വെച്ച് കളിച്ചു, കളി തോറ്റു. ഇനിയുമോ? ഉണ്ട്. നകുല സഹദേവന്മാർ ഇവിടെ വരൂ. കളിച്ചു, കളിയിൽ തോറ്റു. ഇനി നിനക്ക് എന്തുണ്ട് വയ്ക്കാൻ? നിന്റെ എല്ലാം നഷ്ടപ്പെട്ടില്ലേ യുധിഷ്ഠിര? നിന്റെ എല്ലാം നഷ്ടപ്പെട്ടില്ലേ? എന്തൊരു സന്തോഷമാണ് ദുര്യോധന. നിന്റെ എല്ലാം നഷ്ടപ്പെട്ടില്ലേ ദുര്യോധന? നിനക്കിനി എന്തുണ്ട് പണയം വയ്ക്കാൻ? ഉണ്ട്. പാഞ്ചാലദേശത്തുനിന്നും സ്വയംവരം ചെയ്തുകൊണ്ടുവന്ന അനുജൻ സ്വയംവരം ചെയ്തുകൊണ്ടുവന്ന ദ്രൗപദി
സുരസുന്ദരി സുരസുന്ദരി രതിമന്ദരി പരമസരസമോ മദനസരമോ പരമസരസമോ മദനസരമോ സുരസുന്ദരി പാഞ്ചാലസുന്ദരിയെ പണയം വെച്ചു കളിച്ചു കയ്യിൽ തോറ്റു നിന്റെ എല്ലാം നഷ്ടപ്പെട്ടു, നിന്റെ സ്വാതന്ത്ര്യം കൊട്ടാരം നഷ്ടപ്പെട്ടു, നിന്റെ പണം നഷ്ടപ്പെട്ടു. ഇപ്പോൾ നിന്റെ ഭാര്യയെ എനിക്ക് അടിമയാണ്, എനിക്ക് അവളെ എന്ത് ചെയ്യാം നിന്റെ മുമ്പിൽ വെച്ച് ദുശാസന നീ ചെന്ന് അവളെന്ന് വരാൻ പറ. ദ്രൗപദി അടുത്തൊരു അന്തഃപുരത്തിലുണ്ട്. അവൾ രജസ്വലയാണ്, ഏകവസ്ത്രയാണ്. ദുശാസനം ചെന്ന് വിളിച്ചു, ഏട്ടത്തിയമ്മയെ ഹസ്തിൻപുരത്തെ സഭാതലത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട് മഹാരാജാവ്. അനുജ ദുശാസന, ഞാൻ ഏകവസ്ത്രധാരിണിയാണ്, മാത്രമല്ല സ്വയം പണയം വെച്ചൊരു മഹാരാജാവിന് ഭാര്യയെ പണയം വയ്ക്കാൻ ഒരു അധികാരമെന്ന് പറ. എവിടെ അവൾ? ഏട്ടത്തിയമ്മ വരില്ല എന്ന് പറഞ്ഞു. ഏട്ടത്തിയമ്മ ഒരു പിന്താറ്റ് പോലെയാണ് പിന്നെ പോയത്. ദ്രൗപദി ഇറങ്ങി വാടി ഹസ്തിനപുരത്തെ സഭാമണ്ഡപത്തിലേക്ക്. നീ ഞങ്ങളുടെ അടിമേടി. ആ സമർത്ഥമായ മുടിക്കുച്ചിന് പിടിച്ച് വലിച്ചിഴച്ച് സഭാതലത്തിലേക്ക് ഒരു ഏറ് കൊടുത്തു. അവൾ പിടഞ്ഞെഴുന്നേറ്റ് ഭീഷ്മപിതാമഹന്റെ കാലിൽ ചെന്ന് വീണു. പറയൂ പിതാമഹ, അങ്ങയുടെ പുത്രവധു പറയാണോ? പറയൂ മകളെ. ധർമ്മം എന്ന് പറഞ്ഞ സങ്കീർണമാണ്, അത് മറുപടി പറയാൻ എനിക്കാകില്ല. കൃഷ്ണ, മധുസൂദന, മാധവ, എന്നെ രക്ഷിക്കും. എന്നെ രക്ഷിച്ചില്ലെങ്കിൽ ഞാൻ ഈ സഭാതലത്തിൽ നഗ്നയാകും. അവളുടെ രജസ് വഴി ഒഴുകി നടക്കുന്ന പോലെ വീണു. എന്തൊരു മണക്കേടാണ്, എന്തൊരു വിലാപമാണ്. കണ്ണുകെട്ടിയ ഗാന്ധാരിയമ്മ വീട്ടിൽ നിന്നും ഇറങ്ങി വന്ന് ദുര്യോധന്റെ കരണകുറ്റിക്ക് ആഞ്ഞൊരു അടി. ശരിയില്ലേ, ഒരു പെണ്ണിന്റെ വിലാപങ്ങളിൽ നിന്ന് അവളെ സ്വതന്ത്രയാക്കൂ. ഇല്ലെങ്കിൽ കാലിലിമ്പിന്റെ കരുത്തുള്ള ഭീമനെ കൈവിടുന്നവൻ നിങ്ങളുടെ 100 മക്കളും മരിക്കും മുമ്പ് അവളെ സ്വതന്ത്രയാക്കും. അന്തൻ അന്തരീക്ഷത്തിലേക്ക് കൈതപ്പിക്കൊണ്ട് പറഞ്ഞു, സ്വതന്ത്രയാകട്ടെ. ഇത് കേട്ട ദുര്യോധനൻ സംഹൃതനായ പകിടക്കുരെടുത്ത് ദൂരേക്ക് വലിച്ചൊരു ഏറ് കൊടുത്തു. ഈ പൊട്ടക്കണ്ണന്റെ അഭ്യുദയത്തിൽ ഒരു കാംക്ഷ. ഇയാളുടെ ശത്രുവാണ്. അവിടെ എനിക്ക് നഷ്ടമായിരിക്കുന്നു. പൊട്ടക്കണ്ണനായ മഹാരാജാവ്, നിങ്ങൾ എന്റെ അച്ഛനാണോ അതോ എന്റെ ശത്രുവാണോ? തന്റെ മകൻ വേണ്ടി മനസ്സുണ്ട് മകനെ ഭയന്നിട്ട് 2 സമ്മർദ്ദങ്ങൾക്കിടയിൽ ചെന്ന് അവൾ സ്വതന്ത്രയാകട്ടെ, പുത്രവധു സ്വതന്ത്രയാകട്ടെ എന്ന് പറഞ്ഞു. മരുമകനെ, ഇതങ്ങനെ തീരില്ല. യുധിഷ്ഠിരൻ വീണ്ടും ചൂതിന് വിളിച്ചു. ഇനി മത്സരം വെച്ചാണ് കളി, തോറ്റാൽ നാടുവിട്ടു പോകണം. അങ്ങനെ സുബല മഹാരാജാവിന്റെ മകൻ സബലൻ സൗര്യടുത്ത് കുലുക്കി ആ പകിട പിടിച്ച പിടിയോർത്ത് നിന്നു. പാണ്ഡവർ ശേഷം തോൽപ്പിക്കപ്പെട്ടു. ഇതാ അവർ രാജ്യം ഭ്രഷ്ടാകുന്നു. 12 വർഷത്തെ വനവാസം, 1 വർഷത്തെ അജ്ഞാതവാസം. പാണ്ഡവർ
തലം വിട്ട് എല്ലാം നഷ്ടപ്പെട്ട് മനാഭിമാനവും നഷ്ടപ്പെട്ടവർ ഇതാ രാജ്യഭ്രഷ്ടരായി പോകുന്നു. സുഹൃത്തുക്കളെ, ഏതാണ്ട് അന്നദാനം നടക്കേണ്ട പ്രസാദോട്ട് നടക്കേണ്ട സമയമായി. എങ്കിലും ഭാരതം പറയുന്നുണ്ട്, അതിനൊരു ടേണുണ്ട്. ദ്വാരകം മുങ്ങുന്നവരെ നിങ്ങൾ ഒന്ന് ക്ഷമിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചുകൊള്ളുക, ഞാൻ കഥ എന്തു വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടം പോലെ ആകാം. കുറച്ചുകൂടിയേ ഉള്ളൂ, യുദ്ധം അറിയിക്കാൻ സമയത്തുണ്ട്. അങ്ങനെ പാണ്ഡവർ നാട് കടത്തപ്പെട്ട് സ്ഥാനഭ്രഷ്ടരാക്കപ്പെട്ടു. താമസിക്കും. ദ്രൗപദിക്ക് സുപരിചിതമായ ഒരു രഥമുണ്ട് വരുന്ന ശബ്ദം. അത് ആരുടെ രഥമാണ്? മറ്റാരുമല്ല, കമലകാന്തന്റെ കമലകാന്തന്റെ കാമസമാനന്റെ കമലകാന്തന്റെ കാമസമാനന്റെ മന്ദസ്മേര സുന്ദരമായ വദനത്തോടെ കൃഷ്ണൻ രഥത്തിൽ നിന്ന് ഇറങ്ങി. ഏതാണ്ട് സമയം പാതിരാ കഴിഞ്ഞു. അന്ന് അവളുടെ പിറന്നാളാണ്. എല്ലാ പിറന്നാളിനും കൃഷ്ണൻ വരാറുണ്ട്. അല്പം ചെയ്യുന്നുണ്ട്, ചേലെടുത്ത് തലവഴി ആ കുടിലിന്റെ അകത്ത് കൃഷ്ണൻ